ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും ന്യൂസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാമി ശരണം. ചങ്ങായിമാരെ, നമ്മൾ ദർശനമെല്ലാം കഴിഞ്ഞ് മല ഇറങ്ങാൻ വേണ്ടി പോക്കാണ്. കുറച്ച് സ്വാമിയാർ മുന്നിലുണ്ട്, കുറച്ച് സ്വാമിയാർ ബേക്കിലുണ്ട്. അങ്ങനെ നടന്നു പോകുന്നുണ്ട്. മല ഇറങ്ങാൻ വേണ്ടി നോക്കണം. എന്തുണ്ട് അയ്യപ്പ കേറ്റ പോലത്തെ ഞങ്ങൾ കീച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി. ചങ്ങായിമാരെ, നമുക്ക് പോകുന്ന പോക്ക് കാഴ്ചകളെല്ലാം കണ്ടു. ശരണമയ്യപ്പ. ಭಗವಂತನ ಶ್ರೇಷ್ಠವಾದ ಸ್ವಾಮಿಯೇ ಶರಣಮಯ್ಯಪ್ಪ ಸತ್ಯಮಾಯ 12ಾം ವರಿ ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿಯ ದಿವ್ಯ ದರ್ಶನಕ್ಕಾಗಿ ಹಲವು ರಾಜ್ಯಗಳಿಂದ ಪವಿತ್ರವಾದ ಪುಣ್ಯವಾದ ಶಬರಿಮಲೆ ದರ್ಶನಕ್ಕಾಗಿ ಕಠಿಣವಾದ ಪವಿತ್ರವಾದ ദർശനത്തിന് ക്യൂ നിൽക്കുന്ന അയ്യപ്പ ഭക്തന്മാരാട്ടോ. ಸತ್ಯವಾದ ಚಿನ್ನದ 18 ಮೆಟ್ಟಿಲಿನ ಮೇಲೆ ಭಾಗಗಳಲ್ಲಿ ಸ್ಥಾಪಿಸಲ್ಪಟ್ಟಿರುವ ಕಲಿಕಲ್ಲಿನ ಪೀಠಗಳ ಮೇಲೆ ಮಾತ್ರವೇ ಭಗವಂತನಿಗೆ ಕಾಣಿಕೆಯಾದ അയ്യപ്പ സ്വാമിയുടെ ശ്രേഷ്ഠമാണ് അപ്പം, അരവണ, ശർക്കര പായസം, വെള്ള നൈവേദ്യം. അയ്യപ്പ സ്വാമിക്ക് സ്വാമി ഭക്തന്മാർ ഏർപ്പിക്കുന്ന പരിപാടി വെടി പരിപാടി പവിത്രമാണ്, புனிதமான இந்த சபரிமலைக்கு வருகின்ற ஐயப்பன் பக்தர்மார்கள் கட்டாயமாக கவர்னர்களுக்கும் மாறாட்ட மாடலாகுತ್ತದೆ. சுவாமி சரணம். சபரிமலை నాగేశ్వరరావు స్వామి తప్పిపోయి కూడా మీరు కోసం ఎక్కువ సమయం జిమ్ చేస్తాం గట్టిగా ఏం చేయదు ఆ సౌండ్ చేయడు కానీ అల్లొచ్చిన రామచంద్ర రామచంద్ర అయితే నాగవన్నీ తెలియదు స్వామి మీరు புரிஞ்சுக்கலாம் எப்படி இருக்கு சாமி? நல்லா இருக்கா? അർത്ഥം വിഷമമുണ്ടാ? വിഷമമുണ്ടാ? ഇല്ല, ഉണ്ട് കുറച്ചാ. കുറച്ച് വിഷമം വേണ്ട. പിന്നെ ഇതൊന്നും നല്ല വിഷമം. ഇറക്കം തുടങ്ങിയെത്താ. നീലിമല ഇറക്കം തുടങ്ങി. ഒരു ഇറക്കം. കുത്തനുള്ള ഇറക്കാട്ടെ. എങ്ങനെ പറയാം, കുത്തനുള്ള ഇറക്കാണ് ഇപ്പം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു.
సన్నిధానం చెప్తున్నారు. ఆంధ్రప్రదేశ్ అయ్యప్ప శరణు సురేష్ രമണികണ്ഠ സ്വാമിയേ അയ്യപ്പോ ഭഗവാനേ എന്താണ് ശാന്തസ്വാമി? ശാന്തസ്വാമിക്ക് കാല് കടിച്ചിട്ടുണ്ട്, ഷുഗർ കുറഞ്ഞിട്ട് മുട്ടായി തിന്നുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഇതൊന്നും വലിയ കാര്യം. సుబ్బారావు స్వామి తప్పిపోయిప్పుడు ചങ്ങായിമാരെ തെങ്ങ് എടുത്തിട്ട് ഒരുപാട് മാളികപ്പുറങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. 18 കൊല്ലമായിട്ട് പോകുന്നതാണ്. അടുത്ത മാളികപ്പുറം വരുന്നുണ്ട് തെങ്ങ് എടുത്തിട്ട്. ഇതെന്റെ സ്വാമി ഇറക്കല്ലോ അടിപൊളിയാണ്. കുറച്ചൊരു മുട്ടിനൊരു ചെറിയൊരു അത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം നല്ലതന്നെ. സ്വാമി അല്ല നല്ലൊരു വൈക്കെത്തിയിട്ട് കാണണം. അതെ എന്നിട്ട് എനിക്ക് വന്നിട്ട് വെച്ച് 2 മണി ഭക്ഷണം തിന്ന് ഞാൻ നേരത്തെ ഓർമ്മിക്കുന്നുണ്ട്.
എല്ലാം ശരിയാവും. എന്താ നമ്മള് താഴെ എത്തി ഇറങ്ങിയിട്ട് ചങ്ങായിമാരെ നമ്മള് അടുത്തത് പമ്പ ഗണപതിന്റെ അടുത്തും കൂടെ കയറണം. അതെ ചങ്ങായിമാരെ പമ്പന്ന് കയറി വരുമ്പോൾ കിട്ടുന്ന ഇളനീർ പന്തലാട്ടാം. ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും മല ഇറങ്ങി നമ്മള് പമ്പ എത്താനായി. അതുമാത്രമല്ല മല ഇറങ്ങി വന്ന ക്ഷീണം മൊത്തം ഇവിടുന്ന് ഇളനീർ കുടിക്കുമ്പോൾ മാറും കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ചങ്ങായിമാരെ പമ്പ ഗണപതിന്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. നീലിമല ഇറക്കൊക്കെ കഴിഞ്ഞ് പമ്പ ഗണപതിയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മടങ്ങും നാട്ടിലേക്ക്. പാരിന്റെ അധിപതി തുമ്പിക്ക ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ ഇതുപോലെ തീർക്കണം. അയ്യഭിഷേകം സ്വാമിക്ക്, പാലഭിഷേകം സ്വാമിക്ക്, തിരുവാഭരണം സ്വാമിക്ക്, തിരുവാമൃതേത്തും സ്വാമിക്ക്. പമ്പ ഗണപതിനടുത്ത് നമ്മൾ താഴോട്ട് ഇറങ്ങി കേട്ടോ ചങ്ങായിമാരെ. ഇനി വീരക്കുന്ന ആ ഭാഗത്തേക്ക് പോകണം. നമ്മൾ പമ്പയിൽ ഇറങ്ങി നല്ല ദർശനം. ഇനി ഭഗവാനെ അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം. അതെ, അതിന് മുന്നേ നമുക്ക് പോകാനില്ലേ, അമ്പലങ്ങൾ പോകാനുണ്ട്. അല്ല ഇടത്തെ അയ്യപ്പനോട് പറയുന്നില്ലേ നമ്മള്. അതെ, നമുക്ക് നേരെ KSRTC കയറിയിട്ട് നിലക്കലേക്ക് പോകണം. പറയാൻ ഒന്നും പറയാനില്ല. അടിപൊളി ദർശനം. അടുത്ത പ്രാവശ്യം ഇതേപോലെ തന്നെ പോകാം പ്രാർത്ഥിക്കുന്നല്ലേ. നടക്ക നമ്മളെ ബസ് കയറി കുറച്ച് യാത്രയും ചെയ്ത് ഞാൻ ഓർമ്മയും ചെയ്ത് നല്ലോണം ഇറങ്ങി. അടുത്ത നമ്മള് ഏതാമ്പത്തിലെ ബസ് വന്നു. നമ്മള് കഞ്ഞി പിടിക്കും ആദ്യം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല.
ഏറ്റുമാനൂര് ഫസ്റ്റ്. അല്ല ശബരിമലക്ക് ദർശനം എങ്ങനെയുണ്ടായിരുന്നു? വളരെ സുഖകരമായ ദർശനമായിരുന്നു ഇപ്രാവശ്യം. ആർക്കും ഒരു തട്ടുമുട്ടും കൂടാണ്ട് കൊണ്ടുവന്ന് ഒരു വിഷമവും ഇല്ലാതെ വളരെ 65 ആളും വളരെ ഭംഗിയായി എല്ലാ ദർശനവും കഴിഞ്ഞ് മടങ്ങി. അഭിഷേകം കഴിഞ്ഞ് ഇനി അടുത്ത ഏതമ്പലത്തിൽ നമ്മൾ പോകുന്നത്? അടുത്തത് ഏറ്റുമാനൂര്. ഏറ്റുമാനൂർ അല്ലേ? ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തൊഴുത് അവിടെ നിന്ന് ചായലും കുടിച്ച് വൈക്കത്തേക്ക് വൈക്കത്തെ ദർശനം നടത്തി ചോറ്റാനിക്കര പോകും. ചോറ്റാനിക്കര ഉച്ചഭക്ഷണം ചോറ്റാനിക്കരയാണ്. അത് കഴിഞ്ഞ് കൊടുങ്ങല്ലൂരേക്ക് പോകും. കൊടുങ്ങല്ലൂർ ദർശനം കഴിഞ്ഞ് തൃപ്രയാറിൽ പോകും. തൃപ്രയാറിന് ഗുരുവായൂർ ഏകാദശി ആയതുകൊണ്ട് ചിലപ്പോൾ കയറാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏറ്റുമാനൂരപ്പന്റെ നടയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ചങ്ങായിമാരെ. പാലിക്കേണ്ടത് തങ്ങളുടെ കൈവശമുള്ള 12 മണി മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്നദാനം ഏർപ്പെടുത്തിയിരിക്കുന്നു. വൈകുന്നേരം 6:40. സ്വാമി ശരണം. സ്വാമിയെ ശരണമയ്യപ്പ. ചങ്ങായിമാരെ നമ്മളിതാ വൈക്കം ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്ക് ഏതാ ബസ് സ്റ്റാൻഡ്? ഇതിൻ്റെ പേരെന്നാ? ബസ് സ്റ്റാൻഡ് പേര് വയ്ക്കാം. ദളവാകുളം ബസ് സ്റ്റാൻഡിലുള്ള കേട്ടോ ചങ്ങായിമാരെ. പറ എന്തൊക്കെ സംസാരിക്കുക വൈക്കം ക്ഷേത്രത്തിനെ പറ്റി. വൈക്കം ക്ഷേത്രത്തിൽ ഇപ്പം പോയാൽ ദർശനം കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ വർഷവും നമ്മൾ വരുന്നതുകൊണ്ട് ഈ വർഷം നമ്മൾ എല്ലാവർക്കും ക്ഷേത്രത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കും. പിന്നെ കന്നിസ്വാമിയാറും ആദ്യമായിട്ട് വരുന്ന സ്വാമിയാറിലുണ്ട്. അവർക്കൊക്കെ ഒന്ന് വൈക്കം ക്ഷേത്രം കണ്ട് പുറത്തുനിന്നും തൊഴാനുള്ളൊരു അവസരം കിട്ടുമെന്ന രീതിയിലാണ് നമ്മളിങ്ങോട്ടേക്ക് വരുന്നത്. നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാം. ഇതൊന്നും ചോദിച്ചേക്കാം, നമുക്കൊന്നും അറിയില്ല. സ്വാമിയും മോളും കൂടെ പ്രദർശനം വെക്കുന്നുണ്ട്. സ്വാമി ഇവിടെ എപ്പം വന്നിട്ടുണ്ടോ? ആദ്യമായിട്ടാ. പിന്നെ ശബരിമല പോയിട്ട് ഉള്ള അനുഭവം പറ. അടിപൊളിയല്ലേ? അടിപൊളി. ആദ്യമായിട്ടാ വന്നത്. എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടുത്ത പ്രാവശ്യം ദർശനം എങ്ങനെയുണ്ട്? ദർശനം നല്ല ദർശനം കിട്ടി.
പിന്നെ 18 പടി എല്ലാം തൊട്ട് ടീമിലൊക്കെ പറ്റിയ എല്ലാം തൊട്ടില്ല, എന്നാലും അത്യാവശ്യം മോശമില്ലാതെ കയറാൻ പറ്റീന്, നല്ല ദർശനം കിട്ടീന്, നല്ല ഒരു അനുഭവമായിരുന്നു. സ്വാമി ശരണം. നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിലെത്തി കേട്ടോ. ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് കയറാൻ പോയി. കയറിയിട്ട് നിങ്ങൾക്ക് കാഴ്ചകൾ കാണാം. സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ, ഹരിഹരസുതനേ ശരണം പൊന്നയ്യപ്പ, അവിടുന്നല്ലാതൊരു ശരണമില്ലയ്യപ്പ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് ആനേൻ്റെ കൂടെ ഫോട്ടോ എടുത്തിരുന്നു. സ്വാമിയാർ, കുറേ സ്വാമിയാർ കേട്ടോ. ഇന്ന് ആനയുണ്ട് അങ്ങ്, പക്ഷെ പാപ്പാനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമ്മുടെ പുറവൂർ ശ്രീലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥയാത്രക്ക് വന്ന രാജേഷ് സ്വാമികളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. സ്വാമികൾക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാ സ്ഥലത്തും നല്ല ദർശനം കിട്ടി. ഇവിടെ ദർശനം കിട്ടിയില്ല, ഇവിടെ ഭക്ഷണം കിട്ടി. അതിന് ഏറ്റവും വലിയ സന്തോഷം. അതെ, അന്നദാനം മഹാദാനം. അപ്പൊ നമുക്ക് കീഴ്ക്കാവിലേക്ക് യാത്രയാവാം സ്വാമിമാരെ. ചങ്ങായിമാരെ, ഇതൊക്കെയാണ് ഓരോ നക്ഷത്രത്തിന്റെ വൃക്ഷങ്ങൾ. എനിക്കൊരിക്കലും മരുന്ന് അറിയാം. ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ കുളമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇവിടെ ഉപയോഗം കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു പായലൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. എന്നാ പേര്? ആൽമരത്തിൽ പ്ലാസ്റ്റിക് പാവകൾ തറക്കരുത്. ചങ്ങായിമാരെ, കുറേ ആണിയൊക്കെ അടിച്ചു വെച്ചിട്ട് കാണുന്നത്. ഇതിൻ്റെ ഐതിഹ്യമോ കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്കേതായാലും ഇത് കാണാം. ചങ്ങായിമാരെ, ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്ന് ഇറങ്ങലാണ് നമ്മൾ. അടുത്തേടിയാ? കൊടുങ്ങല്ലോ. തിരക്കാക്കണ്ടെന്നാണ് പറഞ്ഞവർ. അപ്പോൾ ഇവിടുന്ന് മാലയും വളയെല്ലാം നോക്കുന്നുണ്ട് സ്വാമിയാർ. നമുക്കും പോയിട്ട് വെറുതെ നോക്കാം. സ്വാമി, എന്നാ വേണ്ട സ്വാമിക്ക്? ഇത് ചുറ്റാൻ കഴിയാ സ്വാമിക്ക്? അത് ചുറ്റുന്ന
സ്വാമി സാമ്പിൾ നോക്കുന്നുണ്ട്. ആ ആ ആ ആ സെറ്റ് സ്വാമി. പിന്നെ കല്ലുമ്മ ചവിട്ടി പോറേ, ഇങ്ങനെ ചുറ്റിക്കണം ഇങ്ങനെ ഇങ്ങനെ ചങ്ങായി പറയാം. നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. അടുത്ത കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കാണ് ദർശനം നടത്താൻ വേണ്ടി പോകുന്നത്. കൊടുങ്ങല്ലൂർ ഭരണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം അല്ലേ. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം, കാഴ്ചകൾ കാണാം. ഇപ്പം നട തുറന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നട തുറന്നായിരിക്കും. സമയം എത്രയായി? സമയം 4:30 ആയി എന്ന് തോന്നുന്നു. 4:30 കഴിഞ്ഞ്. ഒരുപാട് സ്വാമിമാരൊക്കെ ഉണ്ട്. നമുക്ക് നേരെ പോയി അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. വലിയ അമ്പലമാണ് കേട്ടോ കൊടുങ്ങല്ലൂർ ഭരണി. തവിട്ടുമുത്തി, ഇതിനൊക്കെ എന്തെങ്കിലും ഐതിഹ്യങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ. ഇവിടെ ആരും ഇല്ല നമുക്ക് ചോദിക്കാന്ന് വെച്ചാൽ. ടീച്ചർ എന്തോ പറയാന്നല്ലോ. വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇവിടെ നമ്മളിപ്പം പോയാൽ കൊടുങ്ങല്ലൂര് വരണമെന്നും അതേപോലെ നേരത്തെ പോയില്ലേ ചോറ്റാനിക്കര, പക്ഷെ അതൊക്കെ കാണാൻ സാധിച്ചു. വലിയൊരു ഭാഗ്യല്ലേ ജീവിതത്തിലെ വലിയ ഭാഗ്യമായിട്ട് ഓക്കെ. നമ്മളെ കുട്ടിക്കാലത്തെ കേൾക്കുന്ന കൊടുങ്ങല്ലൂരില് തൊഴാൻ പോകുന്നു. തൊട്ടടുത്ത മണ്ഡപത്തിന്ന് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ കൊടുങ്ങല്ലൂർ അമ്മേനെ കാണാൻ പോകുന്നു എന്ന് പറയും. തുലാഭാരം തൂക്കിയിട്ട് അന്നത്തെ ഇങ്ങനെ ആഗ്രഹിച്ചത് ഒരിക്കൽ പോയി കാണണമെന്ന്. ഇപ്പം സാധിച്ചല്ലേ. എല്ലാവരും അതിൻ്റെ സമയം ഉണ്ടെന്ന് പറയുന്നത്. ഇതൊന്നും അടിക്കുന്നില്ല. നമ്മൾ അടിക്കുന്ന 2 നമ്പർ കുറവ്, 2 നമ്പർ നാളത്തിൻ്റെ അമ്മമ്മേന്റെ വീട് എവിടെയാ? ഇവിടെ തന്നെയാ മോനെ. അടുത്താ? ഈ അമ്പലത്തിന്റെ ഐതിഹ്യം അറിയാ? അമ്പലത്തിലെ അമ്മ വന്നിങ്ങനെ ഇരുന്ന്, അമ്മ വരിക്കപ്ലാവിന്റെ കൊമ്പാണ്. പിന്നെ അമ്മ കുടിച്ച കുളമാണ് അത്. പിന്നെ അപ്പുറത്തെ ധാരനാണ്, അയാള് കൊന്നതല്ലേ ആദിപരാശക്തി. അച്ഛന്റെ തെർക്കണ്ണിന്ന് വന്ന് കൊന്നതല്ലേ. അങ്ങനെയാ? അതല്ല, എനിക്കാരുമില്ല അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്. എന്നെ കാണാൻ വരുന്നവർ അമ്മേനെയും കണ്ടു വരാൻ പറയും. എന്നാ പേര് അമ്മമ്മേന്റെ? എൻ്റെ പേര് ഓമന. ഓമനാണോ? സന്തോഷം കണ്ടതിൽ. അങ്ങനെ എപ്പോ കത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഈ അമ്പലങ്ങളിലെല്ലാം എപ്പം വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ കൊടുങ്ങല്ലൂരും വന്നിട്ടില്ല. നേരത്തെ എവിടെയാ പോയത്? ചോറ്റാനിക്കര. ചോറ്റാനിക്കര, അടിമല കുറേ ആഴ്ച. വേറെ ഏറ്റുമാനൂർ പോയിനാ? വൈക്കത്ത് പോയിനാ? എവിടെയും പോയില്ല. ശരിയാന്ന് പറയുമ്പോൾ ആടെയൊന്നും പോയിട്ടില്ല. ഭഗവാനെ ഇപ്പൊ മാലിട്ടോണ്ട് ആടെയെല്ലാം പോകാൻ പറ്റി. അതെല്ലാം കണ്ട്. പിന്നെ ഇവിടെ മറ്റേ എന്നാണ് അടുത്ത നമ്മള് പോകാൻ പോകുന്ന അമ്പലം കൊറേ നമ്മള് വന്നേരം. അടുത്ത നമ്മള് തൃപ്രയാറാ പോകുന്നു. കാടാമ്പുഴ അതെല്ലാം കണ്ടു കൊറേ പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. നമുക്ക് ബസ് കയറവാ. ചങ്ങായിമാരെ, നമ്മളെ അമ്പല ദർശനത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി കേട്ടോ.
ചെറിയ സാങ്കേതിക പ്രശ്നം മൂലം നമ്മൾ തൃപ്രയാറ് കട്ടാക്കി. അതിന് പകരമല്ല, തൃപ്രയാറിന് ശേഷം വരേണ്ടതാണ് ഗുരുവായൂർ അമ്പലം. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലാണ് നമ്മൾ പോകുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ ഏകാദശി ആയതുകൊണ്ട് നല്ല തിരക്കാണെന്ന് പറഞ്ഞത്. പാർക്കിംഗ് 1.5 കിലോമീറ്റർ ഇപ്പുറത്താണ് വണ്ടി എടുത്തിട്ടില്ലേ, കാരണം അതിൻ്റെ അടുത്ത് നിർത്തുന്നതാണ്. അവിടെ നിന്ന് നടന്നു പോയി നമ്മൾ. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തെങ്കിലും പറ്റുമെങ്കിൽ നമുക്ക് കാണാം. നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എല്ലാവരും വേക്കിൽ നടന്നു വരുന്നുണ്ടോ? കാത്തുനിൽക്കുന്നു. അരീക്കുറ്റിയിൽ നിന്നും വന്നിട്ടുള്ള സുധാദേവി തെക്കനരയിലെത്തിച്ചേരുക മോഹനും കാത്തുനിൽക്കുന്നു. ഇവിടുന്ന് പഠിക്കണം നടക്കൂല കേട്ടോ. ചങ്ങായിമാരെ നമ്മൾ ഗുരുവായൂർ ഇറങ്ങി കേട്ടോ. അതിഗംഭീരമായ തിരക്കാണ്. പോയി വാരിയിട്ട് താഴെ പോകാതെ അത്ര ആളുണ്ട്. ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും പെട്ടെന്ന് ഇറങ്ങി പുറത്തുനിന്ന് തോത് എല്ലാ കൂട്ടം തെറ്റി പോകാൻ സാധ്യതയുണ്ട് അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇനി നമുക്ക് നേരെ നാട്ടിലെത്തിയിട്ട് അമ്പലം കാണാം. അതേ ഉണ്ടാവുന്നത് തോന്നുന്നു. സ്വാമി മതി 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 അവിടെ
നമ്മളെ അമ്പലത്തിലെത്തി കുറച്ചാളെ മാലയെല്ലാം കഴിച്ച് ഇനി മാല കഴിക്കാൻ വേണ്ടി നിൽക്കലാണ്. നല്ല യാത്ര, സുഖകരമായ യാത്ര, ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് തിരിച്ചും എത്തിച്ച് ഭഗവാൻ. അമ്മക്കെന്നാ പറയാനില്ലെന്ന് ചോദിക്കാം. അമ്മക്കെന്നാ പറയാ? അങ്ങനെ സന്തോഷായിട്ട് സുഖമായിട്ട് പോയി വന്നു ഗംഗായിമാരെ. അമ്മ മാലയും കഴിച്ച്. അമ്മ മാലയും കഴിച്ച്. ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് പോയിട്ട് എന്നാ പറയുന്നത് കാലുവേദന വേറെ, കഴുത്തു വേദന വേറെ. എന്നാൽ അയ്യപ്പൻ തന്നെ ഒരു കഷ്ടപ്പാടും ഒരു ഇതും ഇല്ലാതെ കണ്ട് നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോയിട്ട് വീഡിയോ എത്തിച്ചു തന്നു. അത്രയേ ഉള്ളൂ. ചങ്ങായിമാരെ നമ്മള് വീട്ടിലെത്തിയട്ടാ. നല്ല സുഖകരമായ യാത്ര, നല്ല ദർശനം, എല്ലാം കൊണ്ടും ആർക്കും ഒരു തട്ടുമുട്ടും കൂടാണ്ട് പോയി. രണ്ടോട്ടം കിട്ടിയോ? ഇരിക്കുകയല്ല, തിരിച്ചു വന്നു. രണ്ടോട്ടം കിട്ടി. അത് നല്ല ദർശനം. പിന്നെ നമുക്ക് അവിടെ ഹരിവരാസനം പാടുന്ന സമയത്ത് നടേന്റെ മുന്നിൽ തന്നെ പോയി നിക്കാൻ പറ്റിയട്ടാ. അതും വലിയ ഇതുവരെ നമ്മള് പോയിട്ട് പറ്റില്ല. നമ്മളടുത്തോളം എത്തിയിട്ട് അവിടുന്ന് മാളികപ്പുറത്തിന് അടക്കരം മാളികപ്പുറത്തിന് ഇത് കേൾക്കാൻ പറ്റൂല. കേൾക്കാൻ പറ്റും ദൂരെ, പക്ഷെ ഇത് കാണാൻ പറ്റൂല. ചൊല്ലിക്കപ്പിക്കുന്നു നമ്പൂരിമാർ. ആ ഒരു ഭാഗ്യം കിട്ടി. എല്ലാം കൊണ്ടും നല്ലൊരു യാത്ര അല്ലേ? നല്ല യാത്ര. അപ്പൊ വരെ നമുക്ക് വിചാരിച്ചതിനെ കാണി ഭംഗിയായിട്ട് നമ്മള് പോയിട്ട് വന്ന്. ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ഉത്സവത്തിന് ഭയങ്കര സന്തോഷം. ഉത്സവത്തിന് നമ്മുടെ അമ്പലത്തിലെ കൂട്ടായ്മയെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഈ പോക്കും ഒരുപാട് ആളെ കെയറിങ്ങും കഷ്ടപ്പാടും ഒക്കെ അതിന്റെ പിറകിലുണ്ട് കേട്ടോ. നമ്മളെ ഗുരുസ്വാമിന്റെ ആയാലും ഒരുപാട് ഗുരുസ്വാമിമാരുണ്ട്. ഗുരുസ്വാമി നമ്മളെ മോഹൻ സ്വാമി, അതുപോലെ തന്നെ ഗുരുസ്വാമിന്റെ ശിഷ്യന്മാരെ കുറെ ഗുരുസ്വാമിമാരുണ്ട്. അവരെല്ലാം എല്ലാവരെയും ചേർത്ത് പിടിക്കലും നോക്കലും എല്ലാം കൊണ്ടാണ് നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പോയി വരാൻ പറ്റിയത്. അതിന് അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയേണ്ട ആവശ്യമില്ല. അവർ എല്ലാവരും അവരെ സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലെ കണ്ടിട്ടാണ് എല്ലാം ചെയ്തത്. എന്നാലും നമ്മളെ ഭാഗത്തുനിന്ന് ഒരു നന്ദി നമ്മൾ അറിയിക്കുന്നത്. എല്ലാവരും അത് പറയുന്നുണ്ടായിരുന്നു കേട്ടാ. എല്ലാവരും പറയുന്നത് എനിക്ക് എടുക്കാനും പറ്റിയില്ല. കുറെ ആള് മാലിയൂരി അപ്പാട് പോയി കളഞ്ഞു. എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പൊ വരുന്ന അമ്മ പറയാനൊന്നുമില്ല. അപ്പോ ചങ്ങായിമാരെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കലാണ്. അമ്മേന്റെ ആദ്യത്തെ കന്നി യാത്ര ശബരിമലക്കേക്കുള്ളേ. അപ്പൊ നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജിയും അമ്മയും.